നമസ്കാരം ഫ്രണ്ട്സ്, ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ മാർച്ച് 2023 മാർച്ച് ഭാഗത്തെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ 2023 മാർച്ചിലെ ആദ്യ ഭാഗം നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ്, മാർച്ചിലെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് മിഷൻ സേഫ് ബ്രേത്ത്. മിഷൻ സേഫ് ബ്രേത്ത് നിങ്ങൾ ഒരു പക്ഷേ മറന്നു കാണത്തില്ല. എന്താണ്? ബ്രഹ്മപുരം മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ച കാര്യം നമുക്കറിയാം. ബ്രഹ്മപുരം മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചപ്പോൾ അവിടുത്തെ തീ അണയ്ക്കുന്നതിനായി കേരള ഫയർഫോഴ്സ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മിഷൻ സേഫ് ബ്രേത്ത്. മിഷൻ സേഫ് ബ്രേത്ത് ഓർത്തോണം, കേരള ഫയർഫോഴ്സിന്റെ പദ്ധതിയുടെ പേരാണ് മിഷൻ സേഫ് ബ്രേത്ത്. കേട്ടോ, ബ്രഹ്മപുരം മാലിന്യ കൂമ്പാരത്തിലെ തീ അണയ്ക്കുന്നതിനായി കേരള ഫയർഫോഴ്സ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് മിഷൻ സേഫ് ബ്രേത്ത്. ഓക്കെ, അടുത്തത് സൗരജ്യോതി. സൗരജ്യോതി അതായത് വീടുകളിൽ സൗരോർജം ഉപയോഗിച്ചുകൊണ്ടുള്ള എനർജി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സൗരജ്യോതി. വെബ് പോർട്ടൽ ഒക്കെ ഉണ്ട്, അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സബ്സിഡി ഒക്കെ കിട്ടും അല്ലെ. സൗരജ്യോതി, വീടുകളിൽ സൗരോർജ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയുടെ പേര് സൗരജ്യോതി. സൗരജ്യോതി. ഇനി അടുത്തത് ഒരു സ്വിസ് കമ്പനിയാണ് IQ Air എന്ന കമ്പനി. സ്വിസ് കമ്പനിയാണ് IQ Air എന്ന കമ്പനി. ഈ IQ Air പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം, ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമാണ് എൻജമേന. എൻജമേന. IQ Air, സ്വിസ് കമ്പനിയായ IQ Air പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരത്തിന്റെ പേരാണ് എൻജമേന. 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 കിട്ടുന്നുണ്ടോ? ഇത് ചാഡ് എന്ന് പറയുന്ന രാജ്യം, ചാഡ് ആഫ്രിക്കൻ രാജ്യമാണ്. ചാഡ് ആഫ്രിക്കൻ രാജ്യമായ ചാഡിലുള്ള തലസ്ഥാനമാണ് എൻജമേന. എൻജമേന ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കേന്ദ്ര ലളിതകലാ അക്കാദമി. കേന്ദ്ര ലളിതകലാ അക്കാദമി പുതിയ ഒരു ചെയർമാൻ നിയമിതനായി. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ പുതിയ ചെയർമാന്റെ പേര്, കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ പുതിയ ചെയർമാന്റെ പേര് വി നാഗ്ദാസ് എന്നാണ്. വി നാഗ്ദാസ്. വി നാഗ്ദാസ്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ പുതിയ ചെയർമാന്റെ പേരാണ് വി നാഗ്ദാസ്. വി നാഗ്ദാസ്. പോയിന്റ് ഓർത്തോണേ, വി നാഗ്ദാസ്. ഓക്കെ, സെറ്റ്. ഇനി സുരേഖ യാദവ്. സുരേഖ യാദവ് നമുക്ക് പരിചയമുള്ള ആളാണ്. സുരേഖ യാദവ് അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ യാദവ്. സുരേഖ യാദവ്. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ, അതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെ. ഈ വന്ദേ ഭാരത് എക്സ്പ്രസിനെ നിയന്ത്രിച്ച ആദ്യത്തെ വനിത, വന്ദേ ഭാരത് എക്സ്പ്രസിനെ നിയന്ത്രിച്ച വന്ദേ ഭാരത് എക്സ്പ്രസിനെ നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റിന്റെ പേര് ചോദിച്ചാലും മടി കൂടാതെ എഴുതണം, സുരേഖ യാദവ്. സുരേഖ യാദവ് ഓർത്തോണേ, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ്. സെറ്റ് അല്ലേ? സുരേഖ യാദവ് മറന്നുപോയിട്ടില്ല അല്ലെ. ഇനി ഈ വർഷം, അതായത് 2023 മാർച്ചില് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് ഹുബള്ളി. 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 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ പേര് ഹുബള്ളി. നേരത്തെ ഹൂബ്ലി എന്നായിരുന്നു ഇതിന്റെ പേര്, ഹൂബ്ലി. പിന്നീട് ഇതിന്റെ പേര് മാറ്റിയിട്ട് എന്താക്കി? ഹുബള്ളി. ഹുബള്ളി എന്നാക്കി. ഹുബള്ളി കർണാടകയിലാണ്. ഈ ഹുബള്ളി കർണാടകയിലാണ്. ഹുബള്ളി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാന്ന് ചോദിച്ചാൽ ഹുബള്ളിയാണ്. ഹുബള്ളിയാണ്. ഹുബള്ളി. രണ്ടാം സ്ഥാനമുള്ളത് ഗോരഖ്പൂരാണ്. ഗോരഖ്പൂർ കേട്ടോ, രണ്ടാം സ്ഥാനം ഗോരഖ്പൂർ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിനാണ് രണ്ടാം സ്ഥാനം ഉള്ളത്. മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം കൊല്ലമാണ്. കൊല്ലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ മൂന്നാം സ്ഥാനമുള്ളത് കൊല്ലത്തിനാണ്. 2 ഗോരഖ്പൂര് ഉത്തർപ്രദേശ്, 1 ഹുബള്ളി കർണാടക. ഹുബള്ളി കർണാടക. ഇത് മനസ്സിലിരിക്കട്ടെ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യയിലെ ബർഗർ ഫ്രീ സിറ്റി, ബർഗർ
ബർഗർ ഫ്രീ സിറ്റി എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നാഗ്പൂരിലാണ്. നാഗ്പൂര് ഓറഞ്ച് സിറ്റി അല്ലെ, നമ്മൾ പഠിക്കാറുണ്ട് ഓറഞ്ച് സിറ്റിയാണ് നാഗ്പൂര്. അപ്പൊ ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി ആയ നാഗ്പൂരിൽ ആരംഭിച്ച പദ്ധതിയാണ് ബർഗർ ഫ്രീ സിറ്റി. ബർഗർ ഫ്രീ സിറ്റി, ബർഗർ ഇല്ലാത്തത്, ബർഗർ എന്ന് പറയില്ലേ, ബർഗർ ഇല്ലാത്തതല്ല, ബർഗർ, ബർഗർ ഫ്രീ കേട്ടോ, ബർഗർ ആണ്, ബർഗർ ഫ്രീ സിറ്റി. ഇന്ത്യയിൽ ബർഗർ ഫ്രീ സിറ്റി പ്രോഗ്രാം ആരംഭിച്ചത് എവിടെ? നാഗ്പൂര്. നാഗ്പൂര് ഓറഞ്ച് സിറ്റി ഏത്? നാഗ്പൂര്. സെറ്റല്ലേ? ശ്രദ്ധിക്കൂ. ചൈനയ്ക്ക് പുതിയൊരു പ്രധാനമന്ത്രി നിയമിതനായി. ചൈനയ്ക്ക് പുതിയൊരു പ്രധാനമന്ത്രി നിയമിതനായി. ചൈനയുടെ പ്രധാനമന്ത്രിയുടെ പേര് പഠിക്കാം, സിമ്പിൾ. ചൈനയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമല്ലോ, പേര് അതുപോലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പേര് ലീ. ലീ ലീ ചൈനയുടെ പ്രധാനമന്ത്രിയെ വിളിക്കണം ലീ ലീ ക്വയാങ്. ലീ ക്വയാങ് പറ. ലീ ക്വയാങ്. ലീ ക്വയാങ്. ലീ ക്വയാങ്. ലിക്വിഡ്, ലിക്വിഡ്, ലീ ക്വയാങ്. ലീ ക്വയാങ് കിട്ടിയോ? ലിക്വിഡ് അല്ല, ലീ ക്വയാങ്. ആ പറയുന്ന പ്രാസം കിട്ടത്തില്ലേ? ലിക്വിഡ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ലീ ക്വയാങ്. ലീ ക്വയാങ് കിട്ടിയോ? ചൈനയുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ലീ ക്വയാങ്. പ്രസിഡന്റ് ആരാ? ഷീ ജിൻപിങ്. ഷീ ജിൻപിങ്. ഷീ ജിൻപിങ്. ഓക്കെ, ചൈനീസ് പ്രസിഡന്റിന്റെ പേരാണ് ഷീ ജിൻപിങ്. ലീ ക്വയാങ് പ്രധാനമന്ത്രി. ലീ ക്വയാങ് പ്രധാനമന്ത്രി. പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഷീ ജിൻപിങ്. ആ ഒരു പ്രാസത്തിൽ പഠിച്ചോണം. ഷീ ജിൻപിങ് പ്രസിഡന്റ്. പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ ആണ് ലീ ക്വയാങ്. ലീ ക്വയാങ് കിട്ടും, കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ഇനി അടുത്തത് LIC. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലേ? LIC 1956. 1956 LIC സ്ഥാപിതമായി. LIC സ്ഥാപിതമാണ് 56. ചോദ്യത്തിലേക്ക് വരാം. LICയുടെ പുതിയ ചെയർമാൻ. LICയുടെ പുതിയ ചെയർമാൻ. LICയുടെ ചെയർമാന്റെ പേര് മൊഹന്തി. മൊഹന്തി. എന്താ? മൊഹന്തി. മൊഹന്തി. സിദ്ധാർത്ഥ മൊഹന്തി. LICയുടെ പുതിയ ചെയർമാന്റെ പേര് സിദ്ധാർത്ഥ മൊഹന്തി. LICയുടെ പുതിയ ചെയർമാന്റെ പേര് കിട്ടിയോ? പേരെന്താ? സിദ്ധാർത്ഥ മൊഹന്തി. സിദ്ധാർത്ഥ മൊഹന്തി. പേര് ഓർത്തോളൂ. LICയുടെ പുതിയ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. ശരി ശരി. അടുത്ത പോയിന്റ്, കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ V നാഗദാസ് എന്ന് നമ്മൾ പഠിച്ചല്ലോ. പഠിച്ചു. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാന്റെ പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാന്റെ പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാന്റെ പേരാണ് മാധവ് കൗശിക്. എന്താണ് പേര്? മാധവ് കൗശിക്. മാധവ് കൗശിക് എന്നാണ് പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാന്റെ പേര് മാധവ് കൗശിക്. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാന്റെ പേര് V നാഗദാസ്. V നാഗദാസ്. സെറ്റാ? സെറ്റ്. ശരി. അടുത്ത പോയിന്റ് നോക്കൂ. വനിതാ രത്ന പുരസ്കാരം 2022. 2022 കൊടുക്കുന്ന വനിതാ രത്ന പുരസ്കാരം കേരള സർക്കാർ കൊടുക്കുന്ന പുരസ്കാരമാണ് കേട്ടോ. അപ്പം 4 വനിതകൾക്കാണ് വനിതാ രത്ന പുരസ്കാരം ലഭിക്കുന്നത്. വനിതാ രത്ന പുരസ്കാരം 2022 ലഭിക്കുന്നത് 4 വനിതകൾക്കാണ്. 4 വനിതകൾക്കാണ്. അപ്പൊ ആരൊക്കെയാണ് 4 വനിതകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് KC ലേഖ. KC ലേഖ ഒന്നാമത്തെ വനിതയെ ഓർത്തു. ബോക്സിംഗ് താരമായ വനിത, പേര് KC ലേഖ. KC ലേഖ. KC ലേഖ കേട്ടോ. KC ലേഖ. അടുത്തത് നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷ അല്ലെ, സിനിമാ നടിയാണ് അല്ലെ. നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷ. ഒന്ന് KC ലേഖ, 2 നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷ പേര് കിട്ടുന്നുണ്ടല്ലോ അല്ലെ. അടുത്തത് മൂന്നാമത്തത് ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ. ഒന്ന് KC ലേഖ, 2 നിലമ്പൂർ ആയിഷ, 3 ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ സാമൂഹ്യ പ്രവർത്തകയാണ്. ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ. ഓക്കെ. 4 ഡോക്ടർ RS സിന്ധു. ഡോക്ടർ RS സിന്ധു. ഡോക്ടർ RS സിന്ധു. ഡോക്ടർ RS സിന്ധു ആരാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ കരൾമാറ്റ ശസ്ത്രക്രിയ ആദ്യമായി നടത്തുന്ന കേരളത്തിലെ ഡോക്ടറാണ് ഡോക്ടർ RS സിന്ധു. ഡോക്ടർ RS സിന്ധു. അപ്പൊ KC ലേഖ, നിലമ്പൂർ ആയിഷ കിട്ടുന്നുണ്ടോ? നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ, ഡോക്ടർ RS സിന്ധു. ഡോക്ടർ RS സിന്ധു. ഇവർ 4 പേർക്കാണ് വനിതാ രത്ന പുരസ്കാരം കൊടുക്കുന്നത്. വനിതാ രത്ന പുരസ്കാരം കേരള സർക്കാർ നൽകുന്നത്. KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ. അടുത്തത് ഡോക്ടർ RS
സിന്ധു. ഡോക്ടർ ആർ എസ് സിന്ധു. ഈ 4 വനിതകളെ ഓർത്തു. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ വനിതാ പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നത് ആര്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ആര്, ഈ രീതിയിലൊക്കെ ചോദിക്കാം. കാരണം 4 വനിതകളാണ് അതിനകത്തുള്ളത് അല്ലെ. ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചോ കേട്ടോ. ശരി, അടുത്തത് നവകിരണം. നവകിരണം എന്താണ്? നവകിരണം എന്ന് പറഞ്ഞാല് വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് നവകിരണം പദ്ധതി കേട്ടോ. നവകിരണം ഓർത്തു വെച്ചോണം. ശരി, അടുത്തത് ജാതി സെൻസസ്. ജാതി സെൻസസ് ആരംഭിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ജാതി സെൻസസ് ആരംഭിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ജാതി സെൻസസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് അറിയോ സുഹൃത്തുക്കളെ? അത് ബീഹാർ ആയിരുന്നു. ബീഹാർ കേട്ടോ. ജാതി സെൻസസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ബീഹാർ. ജാതി സെൻസസ് ആരംഭിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ദാറ്റ് ഈസ് ഒഡീഷ. പോയിന്റ് ഓർത്തോണേ. ജാതി സെൻസസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 2 സംസ്ഥാനങ്ങൾ, ഒന്ന് ബീഹാർ, അടുത്തത് ഒഡീഷ. പോയിന്റ് ഓർത്തോണം. ജാതി സെൻസസ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഔറംഗാബാദ് മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ് ഔറംഗാബാദ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ് ഔറംഗാബാദ് എന്ന് പറയുന്നത്. ഈ ഔറംഗാബാദ് നഗരത്തിന് എന്ത് ചെയ്തു? പേര് മാറ്റി. ഔറംഗാബാദ് നഗരത്തിന്റെ പേര് മാറ്റി. ഔറംഗാബാദിന്റെ പുതിയ പേരാണ് സാംബാജി നഗർ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിന്റെ പുതിയ പേരെന്ത്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിന്റെ പുതിയ പേരാണ് സാംബാജി നഗർ എന്ന് പറയും. ഓർത്തു വെച്ചോണേ. സാംബാജി നഗർ. ഇനി അടുത്തത് ഒരു വിമാനത്താവളമാണ്. വിമാനത്താവളത്തിന്റെ പേരാണ് ശിവമോഗ വിമാനത്താവളം കേട്ടോ. വിമാനത്താവളത്തിന്റെ പേരെന്താണ്? ശിവമോഗ വിമാനത്താവളം. ഏത് സംസ്ഥാനത്താണ് ശിവമോഗ വിമാനത്താവളം നിലവിൽ വന്നത്? കർണാടക. പഠിക്കാം. ശിവമോഗ വിമാനത്താവളം നിലവിൽ വന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് കർണാടക. ശിവമോഗ വിമാനത്താവളം കർണാടകയിലാണ്. അപ്പൊ അതും ഓർമ്മയിലിരിക്കണം കേട്ടോ. ശിവമോഗ വിമാനത്താവളം. ഇനി അടുത്തത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. അതിന്റെ പേര് ഫ്രിൻജെക്സ് എന്നാണ്. അതിന്റെ പേര് ഫ്രിൻജെക്സ്. ഫ്രിൻജെക്സ്. ആരൊക്കെ തമ്മിലുള്ളതാന്ന് ചോദിച്ചാൽ ഫ്രാൻസും ഇന്ത്യയും. കണ്ടോ? ഫ്രാൻസും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്? ഇന്ത്യയും ഉണ്ട്. അപ്പൊ ഫ്രാൻസും ഇന്ത്യയും ചേർന്നുള്ള ഫ്രിൻജെക്സ് എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസം 2023 എവിടെ വെച്ച്? തിരുവനന്തപുരം. എവിടെ വെച്ചാണ്? തിരുവനന്തപുരം. ഫ്രാൻസും ഇന്ത്യയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസമായ ഫ്രിൻജെക്സിന്റെ വേദി തിരുവനന്തപുരമാണ്. ഓർത്തിരിക്കുക. ഫ്രിൻജെക്സിന്റെ വേദി തിരുവനന്തപുരമാണ്. ശരി, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നോക്കൂ, ലാഡ്ലി ബഹ്ന യോജന. മഹിളാ സമൃദ്ധി യോജന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ കേട്ടോണം, പോട്ടെ, അത് പിന്നെ ചർച്ച ചെയ്യാം. ഇവിടെ ലാഡ്ലി ബഹ്ന യോജന. അപ്പൊ ഈ ലാഡ്ലി ബഹ്ന യോജന എന്ന് പറഞ്ഞാൽ 1000 രൂപ. ആർക്ക്? വനിതകൾക്കെല്ലാം 1000 രൂപ. വനിതകൾക്കെല്ലാം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് ലാഡ്ലി ബഹ്ന യോജന. എവിടെ? മധ്യപ്രദേശ്. വനിതകൾക്കെല്ലാം 1000 രൂപ നൽകുന്ന പദ്ധതിയായ ലാഡ്ലി ബഹ്ന യോജന ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് ഓർത്തു വെക്കുക. ഇനി BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. നമ്മൾ കേട്ടിട്ടുണ്ട് BBC എന്നൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. BBC ന്യൂസ് ഉണ്ടല്ലോ. BBCയുടെ 2022 സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? BBCയുടെ 2022 സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്നത് അത് മറ്റാർക്കും അല്ല സുഹൃത്തുക്കളെ, മീരാബായ് ചാനു എന്ന വനിത. വെയിറ്റ് ലിഫ്റ്റിംഗിലെ താരമാണ് ആര്? മീരാബായ് ചാനു. BBCയുടെ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതണം, മീരാബായ് ചാനു. ചോദിക്കാൻ നല്ല ഒരു ചോദ്യമാണ് മീരാബായ് ചാനു കേട്ടോ, ഒഴിവാക്കരുതേ. മീരാബായ് ചാനു പഠിക്കണം. മീരാബായ് ചാനു.
അടുത്തതെന്ന് പറയുന്നത് കേരള ഹോട്ടൽ. അതായത് കേരളത്തിലെ ഹോട്ടൽ മേഖലയില് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹോട്ടൽ മേഖലയിലെ ശൃംഖലയില് നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് സംസ്ഥാന GST വകുപ്പ്, കേരള സംസ്ഥാന GST വകുപ്പ് ഒരു ഓപ്പറേഷൻ നടത്തി. അതിന്റെ പേരാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. ഓപ്പറേഷൻ മൂൺലൈറ്റ്. ഓപ്പറേഷൻ മൂൺലൈറ്റ്. അപ്പൊ കേരളത്തിലെ ഹോട്ടൽ വ്യവസായ മേഖലയിൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നറിഞ്ഞ് കേരള സംസ്ഥാന GST വകുപ്പ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. ഓപ്പറേഷൻ മൂൺലൈറ്റ്. മൂൺലൈറ്റ് 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 വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. മൂൺലൈറ്റ്. ഓപ്പറേഷൻ മൂൺലൈറ്റ് മറന്നു പോണ്ട. ശരി, അടുത്തത് മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നമ്മൾ മധ്യപ്രദേശിനെ കുറിച്ച് ഒരു പോയിന്റ് പിടിച്ചായിരുന്നു. ലാഡ്ലി ബഹന യോജന 1000 രൂപ സ്ത്രീകൾക്ക് അല്ലെ. ഈ മധ്യപ്രദേശിൽ 53ാമതായി ഒരു ജില്ല പുതിയതായി രൂപീകരിച്ചു. മധ്യപ്രദേശിൽ 53ാമതായി പുതിയതായി ഒരു ജില്ല രൂപീകരിച്ചു. മധ്യപ്രദേശിൽ രൂപീകരിച്ച 53ാമത്തെ ജില്ല ഏത്? മധ്യപ്രദേശിൽ രൂപീകരിച്ച 53ാമത്തെ ജില്ലയാണ് മൗഗഞ്ച്. മൗഗഞ്ച് ജില്ല. മൗഗഞ്ച്. മധ്യപ്രദേശിൽ നിലവിൽ വന്ന 53ാമത്തെ ജില്ലയുടെ പേര് പറ. മൗഗഞ്ച്. മൗഗഞ്ച്. മൗഗഞ്ച് ജില്ല. ഓക്കെ. അപ്പോ 2023 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ബൈ.